സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപക നിയമനങ്ങൾക്കും സ്ഥാനക്കയറ്റങ്ങൾക്കും കേടെക് നിർബന്ധമാക്കിയതിനെതിരെ സിപിഐ അധ്യാപക സംഘടന. ഉത്തരവ് അധ്യാപകർക്ക് ആശങ്ക ഉണ്ടാക്കുന്നതാണെന്ന് AKST പറഞ്ഞു. യോഗ്യത നേടേണ്ടവർക്ക് അവസരം നൽകാതെയാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. ഉത്തരവ് പിൻവലിക്കണമെന്നും സംഘടന ആവശ്യപ്പെട്ടു. ഗോപാൽ ശീലാസനിലുണ്ട് വിവരങ്ങൾ നൽകാൻ. ഗോപാൽ, ആശങ്കയുണ്ടാക്കുന്നതാണ്, അതുകൊണ്ട് ഈ ഉത്തരവ് പിൻവലിക്കണമെന്നൊരു ആവശ്യം എങ്ങനെയാണ് മുന്നോട്ട് വയ്ക്കുന്നത്? വിദ്യാഭ്യാസ മന്ത്രിക്ക് രേഖാമൂലം കത്ത് നൽകിക്കൊണ്ടാണ് സിപിഐയുടെ അധ്യാപക സംഘടനയായ AKSTU ഈ വിഷയത്തിൽ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. അതായത് ഇത് അധ്യാപകരെ വലിയ തരത്തിലേക്ക് ആശങ്കയിലേക്ക് തള്ളിവിടുന്നതാണ് എന്നും അവസരം നൽകാതെ ഇത്തരത്തിൽ പെട്ടെന്നുള്ള തീരുമാനങ്ങൾ അവരുടെ ഭാവിയെ അങ്കലാപ്പിലാക്കുമെന്നും ഈ കത്തിൽ പറയുന്നുണ്ട്. പ്രധാനമായും കേടെറ്റ് നിർബന്ധമാക്കിക്കൊണ്ട് സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ നിയമനങ്ങൾക്ക് കേടെറ്റ് നിർബന്ധമാക്കിക്കൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത്. ഈ ഉത്തരവ് പ്രകാരം ഉയർന്ന യോഗ്യത ഉള്ളവരാണെങ്കിലും, അതായത് PG, PhD, സെറ്റ്, നെറ്റ്, MPhil, MEd തുടങ്ങിയ യോഗ്യത ഉള്ളവർക്ക് നേരത്തെ കേടെറ്റ് നേടേണ്ടതില്ലായിരുന്നു. ഇനി മുതൽ അത് പറ്റില്ല. ഈ എത്ര യോഗ്യത ഉള്ളവരാണെങ്കിലും കേടെറ്റ് യോഗ്യത നേടിയാൽ മാത്രമേ അവർക്ക് ഇത്തരത്തിൽ സ്കൂൾ അധ്യാപകരായി പ്രവേശിക്കാൻ കഴിയുകയുള്ളൂ. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം സ്ഥാനക്കയറ്റം വരുമ്പോഴാണ്. ഹൈസ്കൂൾ അധ്യാപകർക്ക് പ്രധാനാധ്യാപകരായി സ്ഥാനക്കയറ്റം നേടുന്നതിനും ഹൈസ്കൂൾ അധ്യാപകർക്ക് ഹയർ സെക്കൻഡറിയിലേക്ക് ബൈ ട്രാൻസ്ഫർ നിയമനം നേടുന്നതിനും ഇത്തരത്തിൽ കേടെറ്റിന്റെ കാറ്റഗറി പരീക്ഷാ യോഗ്യത നേടേണ്ടതായിട്ടുണ്ട്. LP, UP അധ്യാപകരായി ചുമതലയേൽക്കുന്നതിന് കാറ്റഗറി 1, 2 എന്നീ യോഗ്യതകൾ മതിയാവും. പക്ഷേ ഹൈസ്കൂളിൽ ജോലി നേടണമെങ്കിൽ കാറ്റഗറി 3 ഉറപ്പായും യോഗ്യരായിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതോടുകൂടി തന്നെ നിലവിൽ സർവീസിലുള്ള നിരവധി ജീവനക്കാരുടെ ഭാവി തുലാസിലാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രതിപക്ഷ അപക്ഷ അധ്യാപക സംഘടനകൾ ഈ വിഷയത്തിൽ ഒരേ സ്വരത്തിൽ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നു. അടിയന്തരമായി ഉത്തരവ് പിൻവലിക്കണമെന്നും പുനഃപരിശോധിക്കണമെന്നും അധ്യാപകരുടെ ആശങ്ക കണക്കിലെടുത്ത് ഉചിതമായ തീരുമാനം ആശങ്ക കണക്കിലെടുക്കണം, ഒപ്പം ഈ ഉത്തരവ് പിൻവലിക്കണം എന്നുള്ളൊരു ആവശ്യമാണ് സംഘടന മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഗോപാൽ ശീലാസനിലാണ് വിവരങ്ങൾ നൽകിയത്.